നവദുർഗാ ഭാവങ്ങളിൽ ഏഴാമത്തെ ഭാവമാണ് കാളരാത്രി. നവരാത്രിയിൽ 7-ാം ദിവസം ദുർഗാദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു. ദുർഗാഭാവങ്ങളിൽ ഏറ്റവും ബീഭത്സഭാവമാണ് കാളരാത്രി ദേവിക്കുള്ളത്. ഇരുളിന്റെ അഥവാ കറുപ്പ് വർണ്ണത്തോടു കൂടിയ ശക്തി സ്വരൂപമാണ് കാളരാത്രി ദേവി. കഴുതപ്പുറത്തേറി ജടയഴിച്ചിട്ട് കയ്യിൽ വാളേന്തി അഗ്നിജ്വാല വമിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിലൂടെ ദേവി എത്തുമ്പോൾ ദുഷ്ടശക്തികൾ ഭയന്നു വിറയ്ക്കുന്നു. ചീകിയൊതുക്കാത്ത ജടയും ത്രിലോചനങ്ങളും അടങ്ങുന്ന ദേവി സ്വരൂപത്തെ ദുർഗാ പരമേശ്വരിയുടെ ഭയങ്കരമായ രൂപമായിട്ടാണ് കണക്കാക്കുന്നത്. ചതുർഭുജയായ കാളരാത്രി മാതാവിന്റെ വലതു കൈകൾ സദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു. സാക്ഷാൽ കാളരാത്രി മാത ഭക്തരെ എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചിതരാക്കുന്നു. എല്ലായ്പ്പോഴും ഭക്തരെ കാത്തു സംരക്ഷിക്കുന്ന ദേവിയായതിനാൽ ശുഭകാരി എന്നൊരു നാമവും ദേവിക്കുണ്ട്. കാളരാത്രി ഭാവത്തിലാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ നിഗ്രഹിച്ചത്. താഴെ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും 1000 രക്തബീജന്മാർ പിറവിയെടുക്കും എന്നതിനാൽ താഴെ വീഴാതെ ഓരോ തുള്ളി രക്തവും ദേവി പാനം ചെയ്തു എന്നതാണ് ഐതിഹ്യം. പരമേശ്വരൻ ആയുസ് നൽകുമ്പോൾ പാർവതീദേവി ശക്തി പ്രദാനം ചെയ്യുന്നു. മഹാദേവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ പാർവതീ മാതാവ് മഹാകാളിയായി സംഹാര കർത്തവ്യത്തിൽ പരമേശ്വരനെ സഹായിക്കുന്നു. നവരാത്രി 7-ാം നാളിൽ കാളരാത്രി മാതാവിനെ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഇപ്രകാരമാണ്: ഏകവേണീ ജപാ കർണപൂരാ നഗ്നാകരസ്ഥിതാ ലംബോഷ്ടി കർണികാകർണി തൈലാഭ്യക്ത ശരീരിണി വാമപദോല്ലസല്ലോഹല താകാന്തകഭൂഷണ വർദ്ധനമൂർധധ്വജാ കൃഷ്ണ കാലരാത്രിർ ഭയങ്കരി.